ബാംഗ്ലൂർ സ്റ്റോൺ പേവിംഗ് വിരിച്ചു കഴിഞ്ഞതിന് ശേഷം മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് പല ഉപഭോക്താക്കൾക്കും സംശയമാണ് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെന്ന്. ആ സംശയം ദൂരീകരിക്കുക എന്നുള്ളതാണ് നാം ഉദ്ദേശിക്കുന്നത്. ഏതൊരാൾക്കും മെഷർമെൻറ്റ് സ്വയം എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. നാം ഓരോരുത്തരും 4ാം ക്ലാസ്സിലെല്ലാം വച്ച് തന്നെ നാം എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് കണ്ടുപിടിക്കുന്നതെല്ലാം പഠിക്കുന്നുണ്ട്. നീളം ഇൻറ്റു വീതി മീറ്ററിൽ കണ്ടതിന് ശേഷം മാജിക് നമ്പറായ 10.76 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് വളരെ കൃത്യമായി തന്നെ സ്ക്വയർ ഫീറ്റ് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഉദാഹരണം, 10 മീറ്റർ നീളമുള്ള ഒരു ലാൻഡിൻ്റെ 10 മീറ്റർ വീതിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 10 × 10 = 100 m² ആണ് നമുക്ക് ഏരിയ ലഭിക്കുന്നത്. 100 m² നമ്മൾ സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മാജിക് നമ്പറായ 10.76 കൊണ്ട് 764 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് 1076 സ്ക്വയർ ഫീറ്റ് എന്ന് ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏത് നീളം ഇൻറ്റു വീതി, ഏത് ലാൻഡിൻ്റെ ആണെങ്കിലും നീളവും വീതിയും മീറ്ററിൽ ലഭിച്ചാൽ അത് തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന തുകയുടെ എത്രയാണോ സംഖ്യ നമുക്ക് ലഭിക്കുന്നത് ആ സംഖ്യയുടെ 10.76 കൊണ്ട് നാം മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് ലഭിക്കും. അതുകൊണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ എല്ലാം പല സ്ഥലങ്ങളിലും ആളുകൾ വിരിച്ച് വളരെ റേറ്റ് കുറച്ച് ആളുകൾ വർക്ക് എടുക്കുകയും പിന്നീട് മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഉപഭോക്താവിനെ വഞ്ചിച്ച് മെഷർമെൻറ്റ് കൂടുതൽ അളന്ന് പണം വാങ്ങുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപഭോക്താവിന് സ്വയം മെഷർമെൻറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആര് മെഷർമെൻറ്റ് എടുത്താലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇനി അതല്ല, ഏതാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് മെഷർമെൻറ്റ് എടുപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ ഫൈനൽ മെഷർമെൻറ്റ് സെറ്റിൽ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായാൽ നിങ്ങൾക്ക് വഞ്ചിക്കപ്പെടാതെ രക്ഷപ്പെടാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കുന്നത് കൃത്യമായ ഒരു സ്ക്വയർ പ്ലോട്ടിൻ്റെയാണ്. എന്നാൽ അൺഷേപ്പായിട്ടുള്ള ഒരു യു ഷേപ്പായിട്ടുള്ള എല്ലാം പ്ലോട്ട് വന്നാൽ എങ്ങനെയായിരിക്കും മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അത് ആ യു ആയിട്ടുള്ള പ്ലോട്ടിൻ്റെ പരമാവധി സ്ക്വയർ തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്ക്വയറായിട്ട് തിരിച്ച് തന്നെ മെഷർമെൻറ്റ് എടുക്കുക. അതിനുശേഷം വരുന്ന അൺഷേപ്പായിട്ടുള്ള ഏരിയകളെ ട്രയാങ്കുലറുകളായി കൺവേർട്ട് ചെയ്യുക. ഈ ട്രയാങ്കുലറിൻ്റെ ½ എന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഏകദേശ മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കും. എക്സാക്റ്റ് മെഷർമെൻറ്റ് എടുക്കണമെങ്കിൽ ഹിറോൺ ഫോർമുല ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. ഹിറോൺ ഫോർമുല √S × S - A × S - B × S - 3 എന്ന ഫോർമുല ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. പക്ഷേ അത് സാധാരണക്കാർക്ക്